ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് 750 ഗ്രാമോളം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ള ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ എടുക്കുക. അതായത് ഒരു ടേബിൾ സ്പൂണോ അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഒരു ഐറ്റം കൂടി നമുക്ക് ചേർക്കാനുള്ള കേട്ടോ. ഉപ്പും നമ്മുടെ ഇറച്ചിക്ക് വേണ്ടത് എത്രയാണോ അളവ് വരുന്നത് വെച്ചാൽ ആ അളവിലെടുക്കുക അത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഈ ഉപ്പും മഞ്ഞളും മുളകും അത് എല്ലാവിടെയും പിടിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വൃത്തിയായിട്ട് അങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 30 മിനിറ്റോളം മാറ്റി വെക്കണം. അപ്പോൾ സമയമുള്ള ആളുകൾ അതിനനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ നാരങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇറച്ചി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടതായിട്ടുള്ള മസാലക്കൂട്ടുകളൊന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഗ്രാമ്പു, 3 ഏലയ്ക്ക, ചെറിയൊരു കഷ്ണം പട്ട, ഇത്ര മാത്രമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ, അതായത് ഞാനിവിടെ ഇപ്പോൾ പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ മല്ലി വാങ്ങുന്ന ആളുകളാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മല്ലി എടുക്കുക. ഞാനിവിടെ പൊടി യൂസ് ചെയ്തുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മല്ലിയുള്ള ആളുകൾ അതേപോലെ തന്നെ എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം നമ്മൾ കുരുമുളകാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൊടിയാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് ആ പൊടി യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പെരുംജീരകവും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിലൊരു കാര്യം കൂടി ഇടാൻ മറന്നുപോയിട്ടോ. ഇവിടെ നമ്മുടെ നല്ല പിരിയൻ മുളക് ഉണ്ടെങ്കിൽ, അപ്പോൾ മുളക് പൊടി ഇടുന്നത് ആ ഒരു കണക്കിന് വേണം. നിറത്തിനാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എരിവിനനുസരിച്ച് ചേർത്തോളുക. ഓക്കെ. അപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെയാണ് അവിടെ ഇടുന്നത് വെച്ചാൽ നമുക്ക് അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർക്കുക. ഇവിടെ ഞാനൊരു 4 മുളകാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതെല്ലാം കൂടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു പൊടിയാണ് കേട്ടോ ഇത്. പൊടിച്ച് നമ്മൾ ജാറിൽ നിന്നെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ എടുക്കുന്ന സമയത്ത് ലേശം ഒരു വെള്ളമൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ കഴുകി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കിയിട്ടത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പൊടിച്ചിട്ടുള്ള പൊടി കിട്ടുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കളറിനായാലും എരിവിനായാലും മുളകിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല കളറിനനുസരിച്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പൊടിയോ കാര്യങ്ങളോ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് വരിക. ഓക്കെ. ഇനി അതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലിയോളം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക. ആ നേരം കൊണ്ട് ഞാനിവിടെ ഒരു 4 സവോള കേട്ടോ, അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത്. കാരണം 4 സവോള എടുക്കാൻ കാരണം സവോള അത്ര വലിപ്പമുള്ളതായിരുന്നില്ല. നിങ്ങളുടെ നല്ല വലിയ സവോളയാണെന്ന് വെച്ചാൽ ഒരു 3 മാത്രം എടുത്താൽ മതിയാവും. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അരച്ചെടുത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മളൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാനിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല കൂടുതലായിട്ടുള്ള ടേസ്റ്റും കിട്ടുക. കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വരും. ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ സാധാരണ ജീരകല്ലേ, അതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാ ജീരകം തന്നെ ഏകദേശം ഒരു അര ടീസ്പൂണോളം കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, അര ടീസ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ചൂടായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ജീരകം ചെറുതായിട്ട് പൊട്ടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കറിയാലോ, എപ്പോഴും ചെയ്യണ പോലെ തന്നെ വലിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതായത് നല്ല ബ്രൗൺ നിറം ആവണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വേവിച്ച് നമ്മൾ എടുക്കുകയാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിക്ക് നന്നായിട്ട് വെന്ത് വരാനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ആ ഒരു പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അതും നന്നായിട്ട് അതിൻ്റെ പച്ച മണം പോകുന്ന വരയ്ക്ക് എന്നെ വഴറ്റി കൊടുക്കണം.
കാരണം വഴറ്റൽ കുറച്ച് നേരം എടുക്കും, തീ താഴ്ത്തി വെച്ച് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റി ഇങ്ങനെ എടുക്കുക. അപ്പോൾ ആ ഫൈനൽ ലുക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ ഉള്ള ഉള്ളിയും ജീരകവും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. കാരണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ നേരത്തെ മല്ലിയൊക്കെ ആ പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചെടുത്ത് ലേശം വെള്ളം ചേർത്തൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാനിവിടെ അതിപ്പോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ താഴ്ത്തി അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ തന്നെ അതിൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നമ്മളിതൊരു ഫ്രൈ ചെയ്യണ പോലെയാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളം തന്നെ മതിയാവും അതിന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു 2 നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയുണ്ട്, അതുപോലെ മുളക് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ചേർത്തിയിട്ടുണ്ട്, കുരുമുളകുണ്ട്, ഇപ്പോൾ പച്ചമുളകുണ്ട്. അപ്പോൾ ഈ ഒരു മുളകുകളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 എണ്ണം ചേർത്തത്. അപ്പോൾ വീണ്ടും അതൊക്കെ ഇട്ടതിന് ശേഷവും നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിരുന്നു. അപ്പോൾ 5 മിനിറ്റ് അടച്ചതിന് ശേഷം ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നത് കേട്ടോ. നേരത്തെ കണ്ട കുറേ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ മസാലയൊക്കെ അപ്പോൾ മസാലയിൽ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം പച്ചയായിരുന്നു അല്ലേ. കാരണം കുരുമുളകാണെങ്കിലും പെരുംജീരകമാണെങ്കിലും മല്ലിയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ചെറിയ രീതിയിൽ വെള്ളം അതിൽ കാണുന്നില്ലേ, അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇത് മിക്സ് ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. നന്നായിട്ട് തന്നെ മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടിയിട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിക്കുക. അങ്ങനെ അടച്ച് വെച്ച് നമ്മളൊരു 5-10 മിനിറ്റ് വരെയൊക്കെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് നോക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഉണ്ടോ അടി പിടിക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെയൊക്കെ അസലായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മളിങ്ങനെ അടി പിടിച്ച് കരിഞ്ഞു പോകുന്നൊരു സ്റ്റേജൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കുമ്പോൾ തന്നെ കണ്ടോ ആ മസാലയൊക്കെ പോകുന്നത്. അപ്പോൾ കറക്റ്റ് പരുവത്തിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് ഡ്രൈ ആക്കി കൊണ്ടുവരിക. ഡ്രൈ വേണ്ട ആളുകൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു പണിയൊക്കെ. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മളിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത്, മല്ലിയിലയുടെ ഒന്നും ഒട്ടും ആവശ്യമില്ല. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ വെറുതെ കുറച്ച് ഉള്ളിയൊക്കെ നുറുക്കി വെച്ചിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് സവാളയും കൂടി കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിന് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് അറിയിക്കുക കമൻറ്റായിട്ട്. വീഡിയോ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.